അവരത് ചെയ്യും. അതുകൊണ്ട് തൽക്കാലം ഇത് വേറെ ആരോടും പറയാൻ നിൽക്കണ്ട എന്ന് കരുതി അവന്തികയെ പേടിച്ച് ഇത് നടത്താതിരിക്കാൻ പറ്റുമോ? ഈശ്വരന്റെ മുമ്പിൽ വെച്ച് അവർ തമ്മിൽ പരസ്പരം ഒന്നു ചേരണം. അതിന് ഒരു മാലയിടൽ വേണം. പക്ഷേ അധികം ആളുകളൊന്നും വേണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അവന്തികയുടെ കാര്യത്തിൽ എന്റെ കണക്കുകൂട്ടൽ തെറ്റിപ്പോയി. അതൊക്കെ ഓർത്തിനി വിഷമിച്ചിട്ട് എന്താ അച്ഛാ കാര്യം? ആഘോഷമായിട്ട് കല്യാണം നടത്തിയിട്ടും അവർക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റിയില്ലല്ലോ. അതുകൊണ്ട് ഇനി ഒരാഘോഷം വേണ്ട. ആളും ആരവങ്ങളും ഒന്നും വേണ്ട. അവരുടെ മനസ്സുകൾ തമ്മിലുള്ള അടുപ്പം മതി. സന്തോഷത്തോടെ ജീവിച്ചോളൂ അവര്. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ മാലയിടൽ ചടങ്ങ് നടത്തണം. ഡ്രസ് എടുക്കാനും താലിമാല വാങ്ങാനും ഒക്കെയായി നമുക്ക് നാളെ ഒരു ഷോപ്പിങ്ങിന് ഇറങ്ങിയാലോ? എന്നാ പിന്നെ ഞങ്ങളും വരാം. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പോവാം. ആ പോവാം. അപ്പൊ സന്ധ്യച്ചി വിളിക്കണ്ടേ? പിന്നെ വിളിക്കാതെ. അവൾക്കല്ലേ സാരി വാങ്ങേണ്ടത്. നീ അവിടെ ഒന്ന് വിളിച്ചു പറ നാളെ ഷോപ്പിങ്ങിന് പോകുന്ന കാര്യം. ക്ഷേത്രത്തില് താലി കെട്ടുന്ന ചടങ്ങിന്റെ കാര്യമൊക്കെ സന്ദീപ് ഏർപ്പാടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണവശാലും ആ അവന്തിക പിശാചിത അറിയാൻ പാടില്ല. അറിഞ്ഞ നന്ദേട്ടന്റെ ചോറ് കുടിക്കാൻ അവരിനിയും വരും. അച്ഛാ, നമ്മളെല്ലാരും കൂടി ഒരുമിച്ച് പർച്ചേസിങ്ങിന് പോയാ എങ്ങനെയായാലും അവന്തിക അതറിയും. അതുകൊണ്ട് ഷോപ്പിങ്ങിന്റെ കാര്യം ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് തീരുമാനിച്ച പോരെ? ആ, ഉണർന്നു തോന്നുന്നു. ഞാൻ പോരെ. അച്ഛനടുത്ത് പറഞ്ഞതിലും കാര്യമുണ്ട്. കല്യാണക്കാരെ അറിഞ്ഞ അവരൊരിക്കലും വെറുതെ ഇരിക്കില്ല. കല്യാണം നടക്കുന്ന സ്ഥലത്തെത്തി പ്രശ്നം ഉണ്ടാക്കും. അതിന് ഡ്രസ്സും ആഭരണങ്ങളും ഒക്കെ എടുക്കാതിരിക്കാൻ പറ്റുമോ? എന്തായാലും നാളെ ആവട്ടെ. ഒരു ദിവസം സമയമുണ്ടല്ലോ. നമുക്ക് ആലോചിച്ച് വേണ്ടതുപോലെ ചെയ്യാം. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം. അവന്തിക എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും നന്ദനും സന്ധ്യയും തമ്മിലുള്ള കല്യാണം ഞാൻ നടത്തും. അവള് കൊടുക്കാത്ത സന്തോഷവും സ്നേഹവും സന്ധ്യ നന്ദന് കൊടുക്കുന്നത് അവള് കാണണം. അതാണ് അവൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മറുപടി. എന്താ അമ്മേ? അച്ചു, നീ അവിടെ എന്തെടുക്കുവാ? ഞാനിവിടെ ഉണ്ട്. എന്താ അമ്മേ കാര്യം? അച്ഛൻ വാങ്ങിച്ചോണ്ടൊന്ന് ആയുർവേദ മരുന്നൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഞാനത് എന്ത് ചെയ്യണം? അതിനമ്മ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? ഞാൻ ദേഷ്യപ്പെട്ടൊന്നുമില്ല. കാര്യം ചോദിച്ചെന്നേ ഉള്ളൂ. നീ നിന്റെ ഇഷ്ടത്തിനാണല്ലോ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനി ഇത് അനൂപിന്റെ കയ്യിൽ അങ്ങോട്ട് കൊടുത്തയച്ചാ നിനക്ക് ഇഷ്ടപ്പെടുമെന്നറിയാൻ വിളിച്ചതാ. അമ്മയുടെ ഒരു കാര്യം ഇപ്പോഴും അതൊക്കെ മനസ്സ് വെച്ചേക്കല്ലേ? ഞാനൊന്നും മനസ്സിൽ വെക്കുന്നുമില്ല, പറയുന്നുമില്ല.